പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മിക്ക ആളുകളും ഒന്നുകിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഇതിൽ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതായത് വ്യത്യസ്തമായ രണ്ട് തംബ്നെയിലാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. ഈ തംബ്നെയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് എന്തെല്ലാമാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഫിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഫിക്സൽ ലാബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ആണ് നമുക്ക് കളർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഇത് ചെയ്തിട്ട് നമുക്ക് കളർ ഇങ്ങനെ ചൂസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ഇവിടെയായിട്ട് കളറിനപ്പം കാണാം. ഇതിങ്ങനെ ഈ കളറിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള കളർ ഏത് കളർ വേണമെങ്കിലും, ഇപ്പോൾ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ, ഇങ്ങനെ യെല്ലോ, റെഡ്, ഇതിൽ ഏത് വേണമെങ്കിലും ഇങ്ങനെ ചൂസ് ചെയ്യാം. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, ഇതൊക്കെ ചൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഇത് ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ടെസ്റ്റ് എന്നുള്ള ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളറിലോട്ട് പോവാം. ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ കളറിലോട്ട് പോകാം. നമുക്ക് കളർ ഇപ്പം മിക്സ് കളർ നമ്മളിപ്പം ചെയ്ത അത് ഫുള്ളായിട്ട് ഒരേ കളറായിരിക്കും. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മിക്സ് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ താഴെ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് മിക്സ് കളർ ഏതെങ്കിലും ഈ ഗ്രീനും ഇതെല്ലാം കൂടെ യെല്ലോ, ഇത് ഒരു മിക്സ് കളറുണ്ട്, ഇതൊന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി നമ്മളിത് വേറെ രണ്ട് കളർ, നല്ല കളർ ചൂസ് ചെയ്യാൻ വേണ്ടി ഈ പ്ലസ് എന്നുള്ള ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമുക്ക് കളർ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ലെഫ്റ്റ് എന്നുള്ളിടത്ത് ലെഫ്റ്റിൽ നമുക്ക് ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇത് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ ഇങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ നല്ല റെഡ് കളർ ചൂസ് ചെയ്യുകയാണ്. റെഡ് കളർ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റെഡ് കളറായി. ഇനി നമുക്ക് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വേറൊരു കളർ സെലക്ട് ചെയ്യാം. ഇതേമാതിരി തന്നെ ഇപ്പം ചെയ്ത അതേമാതിരി തന്നെ നമ്മളിങ്ങനെ വന്ന് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കഴിയുന്നുണ്ട് നമുക്ക് കളറിലേക്ക് വരും. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളിവിടെ ബ്ലൂ കളർ, നമുക്ക് രണ്ട് കളർ ഏതെങ്കിലും ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് ബ്ലൂ കളർ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കളർ, നമുക്ക് നമ്മുടെ സ്ക്രീനിൽ രണ്ട് കളർ വന്നിട്ടുണ്ട്. ഒന്ന് റെഡും ഒന്ന് ബ്ലൂ. അപ്പോൾ ഈ രണ്ട് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടി ഇവിടെ ഈ പൂത്തിരിയുടെ മാതിരി ഒരു ഇതിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ടച്ച് ചെയ്തിട്ട് ഹൂയി എന്നുള്ള ഇടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് കണക്ക് വേറെ കളറുകൾ നമുക്ക് വേണമെങ്കിൽ വേറെ നമ്മൾ ചെയ്തേക്കുന്ന കളറല്ലാതെ വേറെ കളർ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത ആ രണ്ട് കളറാണ് വേണ്ടുന്നത്. ഇതിങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആ സെലക്ട് ചെയ്ത കളറിലേക്ക് ഇത് ചെയ്തിട്ട് മേളിൽ നമുക്ക് ഇനിയും വേറൊരു ഇത് ചെയ്യാറുണ്ട്. അത് ആദ്യമേ തന്നെ ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഇമേജ് സൈസ് നമുക്ക് സെലക്ട് ചെയ്യണം. ആദ്യമേ ഇമേജ് സൈസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതാണ്ട് കസ്റ്റം എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് കസ്റ്റം ഇവിടെ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസ് നമുക്ക് ഇത് വേണം. നമുക്കിപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ സൈസ് വേണം. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിവിടെ നമ്മുടെ സ്ക്രീന് ചെറുതായിട്ടുണ്ട്, നമ്മുടെ ആ യൂട്യൂബ് തംബ്നെയിലിൻ്റെ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇനി നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇനി ഇവിടെ നമ്മുടെ ഇപ്പം രത്തൻ ടാറ്റ, ഇപ്പം നമ്മളെ വിട്ടുപോയ രത്തൻ ടാറ്റയുടെ ഈ ഒരു ഇതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇത് നമ്മളിവിടെ സ്ക്രീനിൽ മൊത്തത്തിൽ ഇത് ചെയ്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് അത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്തിട്ട് ഇതേമാതിരി ഇത് ഇങ്ങനെ ചെയ്ത് അതിനുശേഷം നമ്മൾ ഈ സെൻട്രലായിട്ടുള്ള ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കുറച്ച് സെറ്റിംഗ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ആ ഇത് ചെയ്യേണ്ടത്. ഇവിടെ ഒപ്പാസിറ്റി എന്നുള്ളതെടുത്ത് ടച്ച് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ഇത് കുറയ്ക്കാം. നമുക്കിങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്കൊരു 10-16% വല്ല, അതായത് നമുക്ക് നോക്കണം, അത് കളർ നോക്കിയിട്ട് അത് ഏത് നമുക്ക് മാച്ചാവുന്ന ഒരു 16% ഞാൻ വെച്ചിട്ടുണ്ട്. അത് മതി തൽക്കാലം. അതിനുശേഷം നമുക്ക് ഇത് മൂവ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് ലോക്ക് ചെയ്യുകയാണ്. ഈ മുകളിലായിട്ട് കാണുന്ന ഇവിടെ ടച്ച് ചെയ്തിട്ട് ഈ ലോക്കയിൽ ടച്ച് ചെയ്ത് നമ്മളത് ലോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മൂവ് ആവത്തില്ല. അത് മൂവ് ആയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് മൂവ് ആയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതപ്പോൾ അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ
എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിപ്പോൾ ഈ ട്രിക്കുകൾ എന്ന് ഞാനിവിടെ മലയാളത്തിൽ എഴുതി. ഇനി ഇതിങ്ങനെ എഴുതിയതിന് ശേഷം ഇനി ഇത് വലുതാക്കുകയാണ്. ഇതിങ്ങനെ ശകലം ഇതിൻ്റെ സ്ക്രീനിൻ്റെ വലിപ്പത്തിൽ വലുതാക്കി, ഇങ്ങനെ വലുതാക്കിയതിന് ശേഷം ഇപ്പോൾ ഇത്രയും മാക്സിമം ഇത്രയും മതി, നമ്മൾ ഇത്രയും വലുതാക്കി ഇത് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് നമുക്ക് കളർ സെലക്ട് ചെയ്യുക. ഇങ്ങനെ കളർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇത് ഒരു പച്ച കളർ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. പച്ച കളർ സെലക്ട് ചെയ്തു. ഇനി അതിന് ശേഷം ഇനി ഈ പച്ച കളർ ശകലം കൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടി അത് ഒന്നുകൂടെ ഡാർക്ക് ആക്കുകയാണ്. ശകലം കൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടി ഇത് ഡാർക്ക് സെലക്ട് ചെയ്തു. ഇനി അതിന് ഷാഡോ കൊടുക്കുകയാണ്. അതപ്പോൾ ഷാഡോ കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്തു, ഷാഡോ കൊടുക്കുകയാണ്. അത് ഓൾറെഡി ബ്ലാക്കാണ് നമുക്ക് ഷാഡോ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് എനബിൾ ചെയ്തു. ഇത് എനബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ താഴെയുള്ള ലൈനിൽ സ്വല്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. അത് നമുക്ക് ഇത് ആദ്യത്തേത് നമ്മൾ ശകലം കൂട്ടണം, അത് കഴിഞ്ഞിട്ട് മറ്റേത് ശകലം കുറച്ച്, അതപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനപ്പോൾ എനിക്ക് വേണ്ടുന്ന രീതിയിൽ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് ഞാൻ ഒന്ന് ചെറുതാക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കറക്റ്റ് അതിൻ്റെ സ്ക്രീനിൻ്റെ കറക്റ്റ് ഇതിൽ കൊണ്ടുവന്നു. ഇനി എന്നിട്ട് അടുത്തായിട്ട് നമുക്ക് അടുത്ത് എഴുതാനായിട്ട് പോകും. പഠിച്ചാൽ തംബ്നെയിൽ, അതായത് ഈ ട്രിക്കുകൾ പഠിച്ചാൽ തംബ്നെയിൽ. ഓക്കെ, ഇത്ര ഇത് ചെയ്തിട്ടുണ്ട്. പഠിച്ചാൽ തംബ്നെയിൽ എന്നുള്ളത് ഇത് നമ്മൾ ഇവിടെ ഈ ഒരു സൈസിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിന്റെ കളർ കൊടുക്കുകയാണ്. കളർ നമ്മൾ വൈറ്റ് കൊടുക്കാം. ആദ്യമേ നമ്മൾ പച്ച കൊടുത്തു, ഇനി ഇത് വെള്ള കളർ കൊടുക്കാം. നമ്മൾ വെള്ള കളർ കൊടുത്തു. ഇനി ഇത് ശകലം ഒന്ന് ഡാർക്കും ആക്കിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഇനി എഴുതുന്ന അടിപൊളിയാക്കാം. ഓക്കെ, അടിപൊളിയാക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് രണ്ട് ലൈനാക്കി ഇങ്ങനെ ചെയ്തു. ഇനി അതിനുശേഷം ഇനി ഇത് ശകലം ഒന്ന് വലുതാക്കുകയാണ്. ശകലം വലുതാക്കി ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കാം. നമുക്ക് ഇതിന് കളർ നമ്മൾ റെഡ് ഒന്ന് കൊടുത്തു നോക്കാം. ഈ റെഡ് പക്ഷേ ഇതിന് മാച്ച് ആവുന്നില്ല. അപ്പം നമുക്ക് ഈ റെഡ് അപ്പം നമുക്ക് മഞ്ഞ കളർ കൊടുത്തു നോക്കാം. മഞ്ഞ കളർ വലിയ കുഴപ്പമില്ല, ഇവിടെ ഓക്കെയാണ്. അപ്പം മഞ്ഞ കളർ നമ്മളൊന്ന് ഡാർക്ക് ആക്കുകയാണ്. ഇതൊന്ന് മഞ്ഞ കളർ ഡാർക്ക് ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഒരുവിധം ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓക്കെ. പക്ഷെ ഇവിടെ പഠിച്ചാൽ തംബ്നെയിൽ എന്നുള്ളത് അത് നമുക്ക് ഈ തംബ്നെയിൽ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്യാവുന്നതായിരിക്കും. ഇതൊന്ന് അപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നിട്ട് തംബ്നെയിൽ അങ്ങ് മാറ്റുകയാണ്. അത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് മാറ്റി. അതിനുശേഷം ഇനി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തംബ്നെയിൽ നിന്ന് എഴുതാൻ പോവുകയാണ്. സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ തംബ്നെയിൽ നിന്ന് എഴുതി. ഇതപ്പം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറോടുകൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് തംബ്നെയിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അത് നമ്മളിവിടെ കളർ ആദ്യമേ നമുക്കൊരു കാര്യം ചെയ്യാം. അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റാതെ അപ്പം നമ്മൾ വേറൊരു ഷേപ്പ് മാറ്റുകയാണ്. ഈ ഒരു ഷേപ്പും ഇതിലേക്ക് ആക്കിയത്. ഇനി നമുക്കിവിടെ നമ്മൾ ഇതിന് ഒരു യെല്ലോ കളർ കൊടുത്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ പോവുക. യെല്ലോ കളർ അതിനുള്ളിൽ നമുക്ക് റെഡ് കൊടുക്കാം. അപ്പം ഇത് യെല്ലോ കളർ ഡാർക്ക് ആക്കി അത് ഇച്ചിരി വലുതാക്കി ഇത് ചെയ്യുകയാണ്. ഓക്കെ, അതപ്പോൾ അങ്ങനെ ചെയ്തു. ഇനി ഇതിൽ ഉള്ളിൽ ഇത് തന്നെ നമ്മൾ തംബ്നെയിൽ എന്നുള്ളത് തന്നെ നമുക്ക് എഴുതിയിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, ഇത് വേറെ രീതിയിലാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പൊ അതുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. അതായത് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ അക്ഷരങ്ങളൊക്കെ എഴുത്തിന്റെ അനുസരിച്ച് ഇത് ചെയ്യും. അല്ലാതുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ഒരേ ലൈൻ ആയിരിക്കും. ഇതപ്പോൾ നമ്മൾ അക്ഷരങ്ങളുടെ അനുസരിച്ച് ഷേപ്പ് അനുസരിച്ച് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തംബ്നെയിൽ ഇത് കൊണ്ടുവന്ന് ഇതിന്റെ സൈസ് എല്ലാം. അപ്പം നമ്മളിവിടെ റെഡ് കളർ കൊടുത്തു. അത് ഇനി ഷാഡോ കൊടുത്തു. ഓക്കെ, ഷാഡോ കൊടുത്തു നമ്മളിവിടെ. ഇതപ്പോൾ ഇനി സൈസ് ഒന്ന് ശകലം വലുതാക്കി. സൈസ് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ചെയ്യാം. ഇനി ഒരു ഫോട്ടോ, ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ, എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാനത് ഇവിടെ ഇവിടെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫോട്ടോ എടുത്ത് അത് നമുക്ക് സ്ക്രീനിൻ്റെ ഏത് വലിപ്പവും ചെറുപ്പം അത് നമുക്ക് വേണ്ടുന്ന രീതിയിലേക്കാക്കി അത് വെക്കുക ഇവിടെ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഈ ആക്കാവുന്നുള്ള അതും കുറച്ച് സ്വല്പം ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ അതവിടെ
ഇനി ഗാലറിയിൽ നിന്ന് നമുക്ക് വേറെ ഒരു എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാന്നുണ്ട്. ഇവിടെ ഗാലറിയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ ശകലം സ്ഥലം അവിടെ ഉള്ളത് കാരണം അത് തന്നെയല്ല നമുക്കൊരു അട്രാക്ഷൻ വേറൊരു രീതിയിലേക്ക് തംബ്നെയിൽ വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി എന്നിട്ട് നമുക്കത് സേവ് ആസ് ഇമേജസ് എന്നുള്ളത് ഇവിടെ മേളിൽ ടച്ച് ചെയ്തിട്ട് സേവ് ആസ് ഇമേജസ് ടച്ച് ചെയ്തിട്ട് ഇവിടെ കസ്റ്റം എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് അതിനുശേഷം ഇവിടെ ഇത് അൾട്ര എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സേവ് ഗാലറി. ഓക്കെ, ഈ ഒരു തംബ്നെയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞു. നമ്മൾ തംബ്നെയിൽ ഈസി ആയിട്ട് ഒരു തംബ്നെയിൽ ചെയ്തു കഴിഞ്ഞു, ഇത് സിമ്പിൾ ആയിട്ട് അല്ലേ. അപ്പൊ ഇനി ഇതുപോലെ തന്നെ വേറൊരു തംബ്നെയിൽ ചെയ്ത് കാണിക്കും. ഇത് സ്വല്പം ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഈ ചെയ്തതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ആദ്യമേ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കളർ, നേരത്തെ മുകളിൽ റെഡും താഴെ ബ്ലൂ ആയിരുന്നു. ഇപ്പൊ നമ്മൾ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇനി ഗാലറിയിൽ നിന്ന് നമുക്ക് ഈ രത്തൻ ഡാറ്റ നമ്മളിപ്പം വിട്ടുപിരിഞ്ഞ് രത്തൻ ഡാറ്റയെ തന്നെ നമ്മൾ അതിന് തന്നെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഇമേജ് എടുത്ത് നമ്മളത് ഇവിടെ സെൻട്രലായിട്ട് ഇത് ചെയ്തു. അതുകൊണ്ട് തന്നെ ടാറ്റയുടെ ഒരു കാറ് നമ്മൾ ഇത് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് ഇവിടെ ചെറുതാക്കി അതിൻ്റെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന് സെലക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എന്നിട്ട് നമുക്ക് ടാറ്റയുടെ വേറെ എന്തെങ്കിലും എടുക്കാം നമുക്ക്. അതിനുവേണ്ടി നമ്മൾ ടാറ്റ സ്കൈയുടെ ഒരു ഇത് എടുത്തിട്ടുണ്ട്, ഒരു ഇമേജ്. അപ്പൊ അത് എടുത്ത് അത് ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത്, അതായത് മുകളിൽ നമുക്ക് ഒരു ലൈൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും വേറെ നല്ല രീതിയിൽ മേളിലോട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ മുകളിൽ ഒരു ലൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ ടാറ്റ സ്കൈയുടെ ഇത് ഇങ്ങനെ ഇമേജ് കൊണ്ടുവന്നതിന് ശേഷം അത് നമുക്ക് ഇതൊന്ന് ചരിച്ചു വെക്കണം. അതായത് കാറ് നമുക്ക് ഓൾറെഡി അത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്, അത് കാരണം അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ടാറ്റ സ്കൈയുടെ നമുക്ക് ഒരു ശകലം ഒന്ന് ചരിച്ചു വെക്കുക. അതിനായിട്ട് നമ്മൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇത് ഇങ്ങനെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് വേണ്ടുന്ന പൊസിഷനിലേക്ക് ഇത് മാറ്റി ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ പകരം വെക്കാനാവാത്ത നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഇത് കൊടുക്കാം നമുക്ക്. അതായത് ഈ മനുഷ്യൻ നമുക്ക് പകരം വെക്കാനാവാത്ത ഒരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കൊടുത്തു. അതിനുശേഷം ഇത് ഒന്ന് ഇതൊന്നും മാറ്റുകയാണ്. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒന്ന് മാറ്റി ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിത് കളർ കൊടുത്തിട്ടുണ്ട്. കളർ യെല്ലോ കളറിൽ ഞാൻ ആദ്യമേ ചെയ്ത മാതിരി തന്നെ യെല്ലോ കളറിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ അതിനുള്ള രീതി ആദ്യമേ ഞാൻ ചെയ്ത് കാണിച്ചില്ലേ, അതേ രീതിയിൽ തന്നെ യെല്ലോ കളർ. ഈ യെല്ലോയിൽ റെഡ് കളർ എനിക്കിങ്ങനെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നത്. അപ്പം വീണ്ടും നമ്മൾ അതേ ഇത് തന്നെ നമ്മൾ വീണ്ടും എഴുതിയിട്ട് ഇതിന്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ കൊണ്ടുവന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഷേപ്പ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇവിടെ നമ്മൾ ഡാർക്ക് എല്ലാം കൊടുത്തു. ആ കളർ ഒന്ന് അതിന് ഷാഡോയും കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ അതിന് ഷാഡോയും കൊടുത്തു. ഓക്കെ, ഷാഡോ കൊടുത്ത് അത് നമ്മൾ ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാം. ഇനി എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സൈസ് ചെറുതായിട്ടൊന്ന് സ്വല്പം കൂടെ ഒന്ന് വലുതാക്കാം. നമുക്ക് സ്വല്പം കൂടെ ഒന്ന് വലുതാക്കാം. ഇത് ഒരുപാട് വലുതാക്കാൻ പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വലുതാക്കിയാലാണ് ഇതിന് കറക്റ്റ് ആവുന്നത്. പക്ഷെ ഇത് വലുതാക്കാൻ ഇനിയും പറ്റത്തില്ല, അതുകൊണ്ട് ഈ സൈസ് തന്നെ മതി നമുക്ക്. ഇത് 2 ലൈനായിട്ടായിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയിരുന്നേനെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഒരു തംബ്നെയിലും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, നമ്മളിവിടെ ഇത് മേളിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ആദ്യമേ നമ്മൾ സേവ് ചെയ്ത മാതിരി തന്നെ അതങ്ങ് സേവ് ചെയ്തേക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ 2 തംബ്നെയിലും ചെയ്ത വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.